നമ്മൾ എങ്ങനെയാണ് ഈ സൈറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴെ സെക്കൻഡ് ഓപ്ഷൻ ഇൻവെസ്റ്റ് എന്നുണ്ട്. നമുക്കിതിൽ കിട്ടിയ പോയിൻ്റ് തന്നെയാണ് റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു രൂപ പോലും ഇതിൽ ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റീഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ വലിയൊരു പോയിൻ്റ് നേട്ടം നമുക്കിതിലുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ റെഫറൽ ചെയ്യണമെങ്കിൽ അതും ഒരു നേട്ടമാണ്. റെഫറൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കൂടുതൽ റീഇൻവെസ്റ്റ് ചെയ്യാം. അതും നല്ല രീതിയിൽ പോയിൻ്റ് കയറാൻ പറ്റും, പോയിൻ്റ് കയറും. ഇവിടെ എക്സ്ചേഞ്ച് ഓൺ മേലെ കാണിക്കുന്നുണ്ട്, ലവ് വാലറ്റ്. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും നല്ലത് നോക്കി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബി സ്റ്റോർ സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഏറ്റവും താഴെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതിലാണ്. ഇതിൽ നമുക്ക് 8ാമത്തെ ലെവലാണ് എൻ്റെ. 138K പോയിൻ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറിൽ 4.8K. അത് ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവിടെ K ഉണ്ടാവില്ല. 400 PPH മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. 4.8K ആണ്. ഓക്കെ, 4800 കോയിനാണ് മണിക്കൂറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇത് വേണ്ടത് നഷ്ടമാണ്. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൽ 171K പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ 6K PPH കോയിനാണ് മണിക്കൂറിൽ നമുക്ക് കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതും വേണ്ട. അടുത്തത് ഇതിനെക്കാട്ടി കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് ഉണ്ട്. അപ്പോൾ അടുത്തത് നോക്കാം. ഇതിൽ 46K കോയിൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3.5K PPH കോയിൻ നമുക്ക് മണിക്കൂറിൽ റിട്ടേൺ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ 5000 കോയിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വെറും 46 PPH. അത് പറഞ്ഞാൽ അത് 46K അല്ല, അത് ശ്രദ്ധിക്കണം. ചിലവർ ശ്രദ്ധിക്കാണ്ട് പോയിൻ്റ് കുറവാണ് കിട്ടുന്നത്. ഇൻവെസ്റ്റ് കൂടുതൽ ചെയ്തിട്ട് വെറും 46 പോയിൻ്റാണ് കിട്ടുക മണിക്കൂറിൽ. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പോയിൻ്റ് നഷ്ടത്തിലാണ് കിട്ടുക. നഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലാഭം തന്നെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 72 ദിവസമാണ് ഇനി കിട്ടുക. എങ്ങനെ നോക്കിയാൽ ലാഭം. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോയിൻ കിട്ടുന്ന ഇൻവെസ്റ്റ് ഇതിലുണ്ട്. അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അടുത്തത് നോക്കുക. എപ്പോഴും നോക്കുന്ന സമയത്ത് ഈ ഇടയിലും ഏറ്റവും താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ. ഇതിൽ 2.5 ലക്ഷം കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ 10,800 കോയിൻ മണിക്കൂറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് എടുത്തില്ല. ഞാനപ്പോൾ മേലെ മാറ്റുകയാണ്. ജോക്കറിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ജോക്കറിൽ ഇതും 77K കൊടുത്തു കഴിഞ്ഞാൽ 5500 മണിക്കൂറിൽ കയറും. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കുഴപ്പമില്ല. 33,000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ 3100 ആ 3.K കാണിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. 3000 കോയിനാണ് നമുക്ക് മണിക്കൂറിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതും കുഴപ്പമൊന്നുമില്ല. 38,000 കൊടുത്തു കഴിഞ്ഞാൽ 3300 കോയിനാണ് കിട്ടുന്നത്. അവിടെ K ഇടയിൽ നോക്കണം, ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. 3.3K അത് പറഞ്ഞാൽ 3300 ചിലപ്പോൾ അവിടെ K ഉണ്ടാവില്ല. K ഇല്ലെങ്കിൽ അത് 300. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഇതിൽ എനിക്ക് മണിക്കൂറിൽ 18,59,816 കോയിനാണ് എനിക്കിപ്പോൾ മണിക്കൂറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് വെറും 6 ലക്ഷം കോയിനാണ് ഞാൻ മണിക്കൂറിലാക്കിയത്. ബാക്കി ഫുള്ളും ഞാൻ റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഇൻവൈറ്റ് ചെയ്യാത്തവർ കൂടുതൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 40-50 പേരിനെയൊക്കെ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് നിറയെ കോയിൻ കിട്ടും. പിന്നെ ആ കോയിനൊക്കെ നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് മണിക്കൂറിൽ 18 ലക്ഷം കോയിനൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഞാനിപ്പോഴും കിട്ടുന്നതൊക്കെ ഒരു ദിവസം എനിക്ക് എങ്ങനെ പോയാലും ഒരു 24 മണിക്കൂറിൽ എനിക്ക് ഏകദേശം 1 മില്യൺ അല്ല 1 കോടി കോയിൻ്റെ അടുത്ത് എനിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ റീഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അതിലും കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക.